വർഷം 1951. ചങ്ങനാശ്ശേരി SB കോളേജിന്റെ വേദിയാണ് രംഗം. അവിടെ ഷേക്സ്പിയറിന്റെ മർച്ചന്റ് ഓഫ് വെനീസിന്റെ നാടകാവിഷ്കാരം നടക്കുന്നു. നാടകത്തിലെ വില്ലനായ ഷെയ്ലോക്കിനെ അവതരിപ്പിക്കുന്ന നടന്റെ പ്രകടനങ്ങളെ കാണികൾ നിറഞ്ഞ കൈയടികളോടെ സ്വീകരിക്കുന്നു. അവർ ഒരിക്കലും അറിഞ്ഞില്ല ഈ നടൻ തുടർന്നുള്ള 3 ദശാബ്ദക്കാലം മലയാള സിനിമയുടെ മുഖമായി മാറുമെന്ന്. ഇന്ന് നമ്മൾ പറയുന്നത് അയാളുടെ കഥയാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ബ്രാൻഡ് അംബാസഡറുടെ കഥ. ഈ വീഡിയോയിൽ ഒരിക്കലും നമ്മൾ അയാളുടെ പേര് പറയുന്നില്ല. പക്ഷേ ഈ ജീവിത കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലാകും. ആളുടെ പേര് ഒന്ന് കമന്റ് ചെയ്തോളൂ. കഥയിലേക്ക്. വർഷം 1929. ചിറയൻകീഴിലെ സമ്പന്ന കുടുംബമായ റാവുത്തർ ഫാമിലിയിൽ ഷാവുൽ ഹമീദിനും അസുമ ബീവിക്കും ഒരു പുത്രൻ ജനിച്ചു. തന്റെ 2 സഹോദരന്മാരോടും 6 സഹോദരിമാരോടും ഒപ്പം അവൻ കളിച്ചു വളർന്നു. അതിസുന്ദരനായ അവൻ തികഞ്ഞ സ്നേഹസമ്പന്നനും വിനയാന്വിതനുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം കണ്ണിലുണ്ണിയായി അവൻ വളർന്നു. തികഞ്ഞ അഭിനയമോഹിയായ അവന്റെ മനസ്സിൽ നാടകവും സിനിമയും ഒക്കെ നിറഞ്ഞു നിന്നു. സ്കൂൾ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ അഭിനയ ജീവിതത്തിലെ യഥാർത്ഥ അരങ്ങേറ്റം SB കോളേജിൽ അന്ന് അവതരിപ്പിച്ച മർച്ചന്റ് ഓഫ് വെനീസിന്റെ നാടകാവിഷ്കാരമായിരുന്നു. അന്ന് ആ ഷൈലോക്കിനെ അതിമനോഹരമായി അവതരിപ്പിച്ച അവൻ ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയിരുന്നല്ലോ. കഠിന പ്രയത്നത്തിലൂടെ തൊട്ടടുത്ത വർഷം, അതായത് 1952 അവൻ മലയാള സിനിമയുടെ ഭാഗമായി. ആദ്യ സിനിമ മരുമകൾ. പക്ഷെ അതത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ പിന്നീട് അതേ വർഷം തന്നെ ഇറങ്ങിയ വിശപ്പിന്റെ വിളി അവന് കരിയർ ബ്രേക്ക് സമ്മാനിച്ചു. ആ സിനിമയ്ക്ക് മുൻപായി പ്രശസ്ത നടനായ തിക്കുറിശി സുകുമാരൻ നായർ അവന്റെ പേര് അബ്ദുൽ ഖാദറിൽ നിന്നും മറ്റൊരു പേരിലേക്ക് ഒന്ന് പരിഷ്കരിച്ചു മാറ്റി. ആ പേര് പിന്നീട് ഒരു ബ്രാൻഡ് നെയിമായി മാറുകയും മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഉദയ, മേരിലാൻഡ് എന്നീ വമ്പൻ ബാൻഡുകളുടെ പതിവ് മുഖമായി മാറി. അതിസുന്ദരനും തികഞ്ഞ ശബ്ദ സൗകുമാര്യത്തിന് ഉടമയുമായ അയാൾ യുവാക്കളുടെ ഹരമായി മാറി. അയാളുടെ പേര് തന്നെ ഒരു സിനിമയെ ഹിറ്റാക്കുന്ന അവസ്ഥയിലെത്തി. അങ്ങനെ 1960കളും 70കളും അയാൾ തന്റെ സുവർണ വർഷങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായി മാറിയ അദ്ദേഹം താനൊരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ മാത്രമല്ല, ഒരു മികച്ച നടൻ കൂടിയാണ് എന്ന് തെളിയിച്ച സിനിമയായിരുന്നു 1967 MD വാസുദേവനാരുടെ തിരക്കഥയിലിറങ്ങിയ ഇരുട്ടിന്റെ ആത്മാവ്. അതിലെ വേലായുധനായി അയാൾ ശരിക്കും പകർന്നാടുക തന്നെ ചെയ്തു. തുടക്കകാലത്ത് അഭിനയിച്ച സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമകൾക്ക് പുറമെ CID സീരീസുകളും പിന്നെ വടക്കൻ പാട്ട് സിനിമകളായ ആരോമലുണ്ണി, കണ്ണപ്പനുണ്ണി, അതുപോലെ തച്ചോളി അമ്പു ഇവയൊക്കെയും അയാളുടെ സൂപ്പർ സ്റ്റാർഡം അരക്കിട്ടുറപ്പിക്കുന്നതായി. പിന്നീട് മലയാളത്തിന്റെ ആദ്യത്തെ 70mm സിനിമയായ പടയോട്ടത്തിന്റെ ഭാഗമായും അയാൾ മാറി. ആ പടയോട്ടം അലക്സാണ്ടർ ഡ്യൂമാസിന്റെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയുടെ ചലച്ചിത്രാവിഷ്കാരമാണ്. മലയാളത്തിന്റെ ഭാവികാല സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും അതിന്റെ ഭാഗമായിരുന്നു. ഭക്തിസാന്ദ്രമായ സിനിമകളിലൂടെ അയാൾ രാമനും കൃഷ്ണനും അയ്യപ്പനുമായി വെള്ളിത്തിരയിൽ അവതരിച്ചു ഗിന്നസ് ബുക്കിലും ഇടം നേടി. മലയാള സിനിമാ ലോകത്ത് അയാൾ സർവാദരണീയനായ വ്യക്തിത്വമായി മാറുകയും ചെയ്തു. പിന്നീട് പുത്തൻ താരോദയങ്ങളായ ജയനും സോമനും സുകുമാരനും ശങ്കറും രതീഷും അതുപോലെ പിൽക്കാല സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കടന്നു വന്നപ്പോഴും യാതൊരു ഈഗോയോ കോംപ്ലക്സോ ഇല്ലാതെ അവരുടെ കൂടെ സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്തുകൊണ്ട് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. തനിക്ക് സ്റ്റാർഡത്തിന്റെ തലക്കനമോ അതുപോലെ ഈഗോയോ കോംപ്ലക്സോ ഒന്നുമില്ലെന്ന് അദ്ദേഹം വളരെ കാലം മുമ്പ് തന്നെ തെളിയിച്ചതാണ്. തന്റെ സമകാലീനരായ സത്യനോടും മധുവിനോടും ഒക്കെ ഒപ്പം നിരവധി മൾട്ടി സ്റ്റാർ സിനിമകളുടെ ഭാഗമായി അദ്ദേഹം ഇതിനകം തന്നെ മാറിയിരുന്നു. അത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. പിൽക്കാലത്ത് നമ്മൾ മമ്മൂട്ടിയുടെ CBI സീരീസുകളും അതുപോലെ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിന്റെ CID സീരീസുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ജയറാമിന്റെ CID ഉണ്ണികൃഷ്ണനും ദിലീപിന്റെ CID മൂസയും ഒക്കെ നമ്മൾ കണ്ടു. ഇതിന്റെ എല്ലാം പിന്നിൽ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ ഇദ്ദേഹത്തിന്റെ CID സീരീസുകൾ തന്നെയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. 100 കണക്കിന് സിനിമകളിലൂടെ മലയാള സിനിമയെ തോളിലേറ്റി അദ്ദേഹം അഭിനയിച്ച ഏറ്റവും അവസാനത്തെ സിനിമ 1988 ധ്വനിയായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് 1990 പുറത്തിറങ്ങിയ കടത്തനാടൻ അമ്പാടിയാണ്. മോഹൻലാൽ നായകനായ പ്രിയദർശൻ സിനിമയായ കടത്തനാടൻ അമ്പാടി. മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിയ അദ്ദേഹം ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, ഫിലിം ഫെയർ അവാർഡ്, അതുപോലെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം എന്നിവ നേടിയിരുന്നു. രാഷ്ട്രം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. മോഹൻലാൽ, മമ്മൂട്ടി എന്നീ നടന്മാരോട് വലിയ മതിപ്പുണ്ടായിരുന്ന അദ്ദേഹം ഇരുവരെയും നായകന്മാരാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം ബാക്കി വെച്ചിട്ടാണ് മൺമറഞ്ഞു പോയത്. നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിലുടനീളം പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും പേരൊന്ന് കമന്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.
മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.